ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും സ്വിസ്ബെറി കിച്ചൺ ആൻഡ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നൊരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ നല്ല ക്യൂട്ടായിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള റൊസറ്റി കേക്കിൻ്റെ ഡിസൈനിങ് ആണ് ചെയ്യാൻ പോകുന്നത്. ഇത് ചെയ്യാൻ വളരെ എളുപ്പവും കാണാൻ നല്ല ഭംഗിയുമാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബിന് തൊട്ടായിട്ട് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനാബിൾ ചെയ്യണം. എന്നാലാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ ഫോണുകളിലേക്ക് വരുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ ഞാൻ ഈ കാണുന്ന ഒരു നോസിലാണ് എടുത്തിട്ടുള്ളത്. ഇത് നൂറിൻ്റെ N2 നോസിലാണ്. ഈ ടൈപ്പ് നോസിൽ നമ്മൾ റൊസറ്റി നോസിൽ എന്നും പറഞ്ഞിട്ട് നമുക്ക് കടകളിൽ നിന്നും മേടിക്കാവുന്നതാണ്. അപ്പോൾ ഇത് നൂറിൻ്റെ N2 മാത്രമല്ല, കുറേ നോസിൽസ് ഈ ഒരു ഷേപ്പിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാനൊരു പൈപ്പിംഗ് ബാഗ് കൂടി എടുത്തിട്ടുണ്ട്. പൈപ്പിംഗ് ബാഗിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കുറച്ച് ക്രീം ഇട്ട് കൊടുക്കാം. ഞാൻ ഡിസ്പോസിബിൾ ആയിട്ടുള്ള പൈപ്പിംഗ് ബാഗാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ കണ്ടോ, ഞാൻ ക്രീമൊക്കെ നമ്മുടെ പൈപ്പിംഗ് ബാഗിൽ നിറച്ചിട്ടുണ്ട്. ഇനി കേക്കിലേക്ക് അങ്ങ് ഡിസൈൻ ചെയ്യുകയാണ്. പതുക്കെ ഒന്ന് നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് റൗണ്ട് ചെയ്തെടുക്കുക. പതുക്കെ ഒന്ന് പ്രസ് ചെയ്യുക, റൗണ്ട് ചെയ്യുക. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. പിന്നെ നമ്മൾ ഗ്യാപ്പില്ലാതെ തൊട്ടായിട്ട് ഇത് ചെയ്തെടുക്കണം. പിന്നെ അതുപോലെ തന്നെ ഷേപ്പ് ചെയ്യുമ്പോൾ ഒരു വശത്തേക്ക് മാത്രമേ നമ്മൾ തിരിക്കാൻ പാടുള്ളൂ. ഒരെണ്ണം ഒരു വശത്തേക്ക്, അടുത്തത് മറ്റേ വശത്തേക്ക്, ആ ഒരു രീതിയിലാവുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി കിട്ടില്ല. ഇത് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളിത് റൗണ്ട് അങ്ങോട്ട് തിരിച്ച് ശരിക്കും ഒരു റൗണ്ടായിട്ട് കിട്ടണം, എന്നാലാണ് ആ ഒരു ഭംഗി വരുള്ളൂ. സിമ്പിളായിട്ട് തന്നെ ചെയ്യാം. പിന്നെ ഞാനിത് കളർ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ക്രം കോട്ട് ചെയ്തിട്ടേ ഉള്ളൂ കേക്ക്. അതിനും ജസ്റ്റ് നമ്മൾ ചെയ്യുന്ന അതേ കളർ കൊടുത്തിട്ടുണ്ട്. നമ്മൾ വൈറ്റാണ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ഈ ഡിസൈനൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഇടയിലൊരു ഗ്യാപ്പ് വരും. അപ്പോൾ അത് നമുക്ക് ഫീൽ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കളർ ഉപയോഗിച്ചിട്ട് തന്നെ ഇതൊന്ന് ക്രം കോട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഉള്ളിൽ ഒരുപാട് പെർഫെക്ഷൻ വേണമെന്നൊന്നുമില്ല, നമ്മൾ ക്രം കോട്ട് ചെയ്ത് എടുത്താൽ മതിയാവും. എന്നിട്ട് നമുക്ക് മുഴുവനായിട്ടും ഫിൽ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ സൈഡിൽ നിന്നും തുടങ്ങിയിട്ട് നടുക്ക് അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. ഓരോരുത്തർക്ക് ഇഷ്ടം പോലെ ചെയ്യാവുന്നതാണ്. എനിക്ക് കുറച്ചും കൂടി നല്ലതായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത് ഇങ്ങനെ ചെയ്യുമ്പോഴാണ്. അപ്പം നമ്മുടെ നടുവിലത്തെ പൂവൊക്കെ കുറച്ച് വലുതായിട്ട് കിടക്കും. പിന്നെ കണ്ടോ, ഞാൻ ഓരോ സ്റ്റാർ ഇട്ട് കൊടുക്കുന്നുണ്ട് ഗ്യാപ്പ് കാണുന്നിടത്ത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വൈറ്റ് ആണെങ്കിൽ ശരിക്കും എടുത്ത് കാണും, ഇതാവുമ്പോൾ അത്ര അറിയില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം നമ്മൾ അടിപൊളിയായിട്ട് ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ് നമ്മുടെ റൊസറ്റി കേക്ക്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്യണേ. അഭിപ്രായമൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം, അല്ലെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പർ എല്ലാം അറിയിക്കണം. അപ്പോൾ നെക്സ്റ്റ് ഒരു നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്. അസ്സലാമു അലൈക്കും ഫ്രം സ്വിസ്ബെറി.